Hello, so in this video we are going to discuss different courses under KEAM. So KEAM in under എൻജിനീയറിങ്ങിനും ആർക്കിടെക്ചറും ഡിഫറെൻറ്റ് കോഴ്സസ് ഉണ്ട്, കുറേ എണ്ണുണ്ട്. സോ പലതും നമുക്കറിയില്ല. നമ്മൾ ചുരുക്കം കുറച്ച് കോഴ്സസ് നമുക്കറിയുള്ളൂ. സോ ബാക്കി നമ്മൾ അറിയേണ്ടത് തന്നെയാണ്. സോ ഇൻ ദിസ് വീഡിയോ നമ്മൾ അതൊക്കെയാണ് വരാൻ പോകുന്നത്. ആൻഡ് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോസ് വരുന്നതായിരിക്കും. സോ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ഡാറ്റ സയൻസ് ഇത് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജസിലൊന്നുമില്ല, പക്ഷേ ഇത് ഇപ്പം നല്ല സ്കോപ്പ് വരുന്നതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ, പിന്നെ ബിടെക് അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, പിന്നെ ബിടെക് അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് ഉണ്ട്. അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് വേറെയാണ്, അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് വേറെയാണ്. സോ ഇത് ഓരോന്നും കുറച്ച് കോളേജസിൽ, ചിലത് കുറേ കോളേജസിൽ കാണാറുണ്ട്. അടുത്തത് എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ്, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, ബയോടെക്നോളജി ആൻഡ് ബയോകെമിക്കൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആൻഡ് ബിസിനസ് സിസ്റ്റം, ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്, ബയോടെക്നോളജി, പിന്നെ സിവിൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഡിസൈൻ. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഡിസൈന് കുറച്ച് കോളേജസിലൊക്കെ ഉള്ളൂ. ഗവൺമെൻറ്റിൽ ഒരു കോളേജുണ്ട്, കോഴിക്കോട് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിലുണ്ട്. കെമിക്കൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് കൂടി ഉള്ളതാണ് ഈ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്. പിന്നെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഡാറ്റ സയൻസ് ഉള്ളതുണ്ട്. പിന്നെ നോർമലായിട്ടുള്ള കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഉണ്ട്. പിന്നെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉള്ളതുണ്ട്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ബിസിനസ് സിസ്റ്റം ഉണ്ട്. സിവിൽ ആൻഡ് എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ്. സിവിൽ ആൻഡ് എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് വരുന്നൊരു ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജാണ് വയനാട് മാനന്തവാടി ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ്. പിന്നെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, സൈബർ സെക്യൂരിറ്റി, ഡയറി ടെക്നോളജി, ഇലക്ട്രോണിക് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, അഡ്വാൻസ്ഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, ഇലക്ട്രോണിക്സ് ആൻഡ് ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ, ഇലക്ട്രിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, VLSI ഡിസൈൻ ആൻഡ് ടെക്നോളജി, സേഫ്റ്റി ആൻഡ് ഫയർ എഞ്ചിനീയറിംഗ്, ഫുഡ് ടെക്നോളജി, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് ആൻഡ് സൈബർ സെക്യൂരിറ്റി ഇൻക്ലൂഡിംഗ് ബ്ലോക്ക് ചെയിൻസ് ടെക്നോ, instrumentation and control engineering, computer science and engineering and artificial intelligence and data science, industrial engineering, computer science and engineering, internet of things, information technology, mechanical engineering and automobile, mechanical engineering, metallurgical and materials engineering, mechatronics engineering, production engineering, polymer engineering, printing technology, robotics and artificial intelligence, robotics and automation, naval and ship building, architecture. സോ ഇത്രയും കോഴ്സുകൾ ഉണ്ട്. നമ്മൾ പലരും കുറച്ച് കോഴ്സസ് കേട്ടിട്ടുണ്ടാവുള്ളൂ, പക്ഷേ ഇത്രയും കോഴ്സസ് ഉണ്ട് കേരളത്തിൽ കീമിൻ്റെ അണ്ടറിൽ വരുന്നത്. സോ അത്രയധികം കോളേജസും ഉണ്ട്. കുറേ കോഴ്സസൊക്കെ ഗവൺമെൻറ്റിൽ വരുന്നതല്ല, എയ്ഡഡ് അല്ലെങ്കിൽ സെൽഫ് ഫിനാൻസിങ് കോളേജിലൊക്കെ വരുന്നതാണ്. സോ കുറച്ച് ഫീസ് കൊടുത്തിട്ടായാലും പഠിക്കാൻ. ചില കോളേജിൽ അത് മെറിറ്റിൽ വരുന്നതുണ്ട്. സോ എനിവേ ഇത്രയും അധികം കോഴ്സസ് ഉണ്ട്, ആദ്യം ആലോചിക്കുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കുക. പിന്നെ എവിടെ പോയാലും നമ്മൾ തന്നെ പഠിക്കണം. സോ ഏത് കോഴ്സ് എടുത്താലും നമ്മൾ തന്നെ പഠിക്കണം. അല്ലാതെ ഏത് കോഴ്സാണ് നല്ലത്, ഏത് കോളേജാണ് നല്ലത് നോക്കുകയല്ല. ഇതെടുത്താലും നമ്മൾ തന്നെ പഠിക്കണം. പിന്നെ ചൂസ് ദ ബെസ്റ്റ്. നമുക്ക് ഏതാണ് നല്ലതെന്ന് തോന്നുന്നത് അത് സെലക്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.